ഹലോ ട്രേഡേഴ്സ്, ട്രേഡിംഗ് ടാറ്റിക്സിന്റെ മറ്റൊരു പുതിയൊരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ആക്ഷൻ സീരീസിന്റെ നാലാമത്തെ പാർട്ടാണ്. ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബേസിക്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് ജേണിൽ ബെറ്റർ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമ്മളെല്ലാവരും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിലർ പറയും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒരു ബാരിയർ ആണ്, ഇമ്പോർട്ടന്റ് പ്രൈസ് ലെവലാണ്. അതൊക്കെ ഓക്കെയാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഒരു കോർ ബേസിക്സ് വീഡിയോ സീരീസിൽ കുറച്ച് ഡീപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻട്രോഡക്ഷനിലൂടെ ഈ പ്രൈസ് ആക്ഷൻ സീരീസിലൂടെ കടന്നു പോകും. അപ്പൊ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാളാണ്. ഈ വാളായിട്ട് ഈ ലെവൽസ് പ്രൈസിനെ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രൈസിനെ ഹോൾഡ് ചെയ്യുന്ന വാൾസിനെ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ വിളിക്കാം. ഇപ്പൊ നമുക്കൊരു ചാർട്ടിന്റെ ഡ്രോയിങ് വരയ്ക്കാം. അങ്ങനെ ഒരു മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എല്ലാ ലെവൽസും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ലെവൽ വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ഒരുപാട് ഡ്രോയിങ് വരയ്ക്കുന്നത് എന്താണ് ഉപയോഗം, അത് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? നമുക്കൊരു കാരണവശാലും നമുക്ക് തോന്നുന്നിടത്തൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ടെക്സ്റ്റുകളും പഠിക്കുന്നത് എക്സ്ട്രീം ലെവൽസ് എല്ലാവരും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അവിടെ എല്ലാതും ഒരു പ്രൈസ് ഹോൾഡ് ചെയ്യുന്ന ലെവൽസ് ആണ്. അങ്ങനെയാണ് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും. നമ്മുടെ ട്രേഡിംഗ് ജേണിൽ അത് എന്ത് യൂസ് ആണ് ഉണ്ടാകുന്നത്? അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എക്സ്ട്രീം ലെവൽസും സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ല. അത് തന്നെയാണ് എന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഒന്നുകൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറും നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറിന് പ്രൈസ് റേഞ്ച്, പ്രൈസ് ലെവൽസ് സെയിം ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ആയിരിക്കില്ല നിങ്ങളുടെ ടെർമിനലിലെ പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ട്രേഡിംഗ് ടെർമിനൽ. നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല മറ്റൊരു ട്രേഡർ യൂസ് ചെയ്യുന്നത്. എല്ലാ ബ്രോക്കേഴ്സിന്റെ പ്രൈസ് ലെവൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഒരു പിൻ പോയിന്റ് ആക്യുറസിയോട് കൂടിയിട്ട് നമുക്കൊരു പ്രൈസ് ലെവൽ ഒരു ടെർമിനലിലും അവൈലബിൾ അല്ല. എല്ലാ ബ്രോക്കേഴ്സിന്റെയും പല പല പ്രൈസ് റേഞ്ച് ആയിരിക്കും. അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം. ഡിഫറെന്റ് ബ്രോക്കേഴ്സിന് ഡിഫറെന്റ് പ്രൈസ് ലെവൽസ് ആയിരിക്കും. അത് ഒരു കാരണവശാലും സെയിം ആയിരിക്കില്ല. പല സിറ്റുവേഷനിലും ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഈ പ്രൈസ് ലെവലിൽ ഉണ്ടാവും. നമുക്ക് അതുകൊണ്ട് ഒരു പിൻ പോയിന്റ് പ്രൈസ് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പിൻ പോയിന്റ് പ്രൈസ് ലെവലിനല്ല നമ്മൾ എടുക്കേണ്ടത്. സോണാക്കി എടുക്കുന്നതിന്റെ കാരണം പല ബ്രോക്കേഴ്സിലും പല പ്രൈസ് റേഞ്ച് ആയിരിക്കും. ഒരു ബ്രോക്കറിന്റെ പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല മറ്റൊരാളുടെ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സോണായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കും. ഒരു പിൻ പോയിന്റ് ആക്യുറസിയുള്ള പെർഫെക്റ്റ് ഒരു ലൈൻ വരച്ച് അതിനെ സറൗണ്ട് ചെയ്ത് ട്രേഡ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മറക്കുക. നമ്മളപ്പോ എന്തുകൊണ്ടാണ് സോൺ ആയി വരുന്നത്? ഡിഫറെന്റ് ബ്രോക്കേഴ്സിന്റെ ഡിഫറെന്റ് പ്രൈസ് ലെവലായിരിക്കും. അത് നിങ്ങളുടെ മെമ്മറിയിൽ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പൊ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കീ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് ലെവൽ വരച്ചു വെച്ചേക്കാം. നിങ്ങൾ വരച്ചു വെച്ചേക്കാം. മാർക്കറ്റ് ഇവിടുന്ന് ബിൽഡ് ചെയ്ത് മാർക്കറ്റ് ഒരു ശക്തമായ ഒരു ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ഔട്ട് നടന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ കീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ? സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. ഒരു സോണിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചേക്കണം. ഇപ്പൊ ഒരു 0.111 ഒരു പ്രൈസ് ലെവലാണ് നിൽക്കുന്നത്. ആ ഒരു ലെവലിന് വലിയൊരു ബിഗ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതാണ് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ കീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതിന്റെ കാരണം എന്താണ്? ബിഗ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവല് വളരെ പവർഫുൾ ആണ്. ഈ ഒരു പ്രൈസ് ലെവല് വളരെ പവർഫുൾ ആണ്. ഒരു വലിയൊരു ബിഗ് ക്യാൻഡില്, വളരെ വലിയൊരു ഇമോഷണൽ ക്യാൻഡില്, നമ്മളൊരു ഡ്രോയിങ് വരച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലിനെ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ ലെവല് വളരെ പവർഫുൾ ലെവലാണ്. അതിനർത്ഥം മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു പവർഫുൾ ആയിട്ട് ലെവൽ കടന്നിട്ട് മാർക്കറ്റിലേക്ക് നമുക്ക് എൻട്രി ആവാന്ന് ഒരു അർത്ഥമില്ല. നമ്മുടെ മെമ്മറിയിലേക്ക് വരേണ്ട കാര്യം ഈ ലെവല് ഒരുപാട് പവർഫുൾ ആണ്, വളരെ സ്ട്രെങ്ത് ഉള്ള ലെവലാണ്. അതാണ് നമ്മുടെ മെമ്മറിയിലേക്ക് വരേണ്ടത്. ഒരു വലിയൊരു ബിഗ് ക്യാൻഡില് ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിലേക്ക് ആദ്യം വരേണ്ട കാര്യം ആ ലെവല് വളരെ പവർഫുൾ ആയിട്ടുള്ള ലെവലാണ്, വളരെ സ്ട്രോങ് കൂടിയ ലെവലാണ്. അതാണ് നമ്മുടെ മെമ്മറിയിലേക്ക് ആദ്യം വരേണ്ടത്. ഈ ലെവല് ബ്രേക്ക് ചെയ്യാൻ വളരെ സ്ട്രെങ്തോട് കൂടിയിട്ട് വളരെ സ്ട്രോങ്ങിലാണ് മാർക്കറ്റ് വന്നത്.
അവിടെയാണ് നമ്മുടെ കീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഒരുപാട് ബേസിക് കാര്യങ്ങൾ, ബാരിയർ ആണോ, വാളാണോ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണോ, അതൊക്കെ നല്ല കാര്യം. നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട കീ ഇൻഗ്രീഡിയൻസ്, മാർക്കറ്റ് ആ ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ എത്ര സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് സമീപിച്ചു, അവിടെയാണ് നമ്മുടെ നല്ല ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് തോന്നുന്ന സ്ഥലത്തും എക്സ്ട്രീം ലെവൽസിലൊന്നും നമുക്ക് ഒരു കാരണവശാലും മാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ നേരെ നമുക്കൊരു ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ചാർട്ടിൽ പോയി പറയുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഒരു ബെറ്റർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ചാർട്ടിൽ പോവാം, ബാക്കി അവിടെ നോക്കാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് യൂറോ എസ്റ്റിയുടെ 4 hour ടൈം ഫ്രെയിമുള്ള ചാർട്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. എക്സ്ട്രീം ആയിട്ട് എല്ലാ സ്ഥലത്തും ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. എനിക്ക് ചിലര് ഇവിടെ റെസിസ്റ്റൻസ് വരും, ചിലര് ഇവിടെ റെസിസ്റ്റൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് ചാർട്ട് മുഴുവൻ ലൈൻസ് ആയിരിക്കും. നിങ്ങളുടെ ചിലര് ഈ ഒരു ഏരിയ ലൈൻ വരും. ഒരുപാട് ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ ഡ്രോയിങ് വരയ്ക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുന്നത്. നിങ്ങളുടെ ചാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡ്രോയിങ് വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിന് ആ ഡ്രോയിങ് വരയ്ക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് റിസൾട്ടാണ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഈ വരയ്ക്കുന്നതുകൊണ്ടുള്ള എന്താണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്, അവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ ഒരു ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് വെറും ഒരു ലൈനാണോ, അത് വെറുതെ ഒരു ആകാശത്ത് വരയ്ക്കുന്ന ലൈനാണോ, അതിന്റെ പിന്നിൽ സ്റ്റോറി പറയാനുണ്ടോ, മെമ്മറി ലൈൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് തന്നെ ചോദിച്ച് ഉറപ്പാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ലൈൻ വരയ്ക്കാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചു, നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ബിഗ് കാൻഡിൽസ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടോ, വലിയ കാൻഡിൽസ് ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കി എനിക്ക് എവിടെ മനസ്സിലായി ബിഗ് കാൻഡിലിന്റെ ഫോർമേഷൻ എവിടെയാണ്. ഈ ഒരു ഏരിയയിൽ വലിയൊരു ബിഗ് കാൻഡിൽ ഫോം ആയിട്ടുണ്ട്. നമുക്കിപ്പോ നോക്കുക, ആ ചുറ്റുപാട് എവിടെയാണ് ലൈൻ ഉള്ളത്, ഈ ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ലെവലിനെ ഈ വലിയൊരു കാൻഡിൽ ബ്രേക്ക് ഔട്ട് നടന്നേക്കും. നമ്മുടെ മെമ്മറിയിലേക്ക് വരേണ്ട കാര്യം എന്താ, ഈ ലെവല് വളരെ സ്ട്രോങ് ലെവലാണ്. ആ വളരെ പവർഫുള്ളും സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിൽസ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അത്രയും സ്ട്രെങ്ത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്നു. റെസിസ്റ്റൻസ് ലെവൽ ഇമ്പോർട്ടന്റ് ആണ്, അബ്സല്യൂട്ട്ലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അവിടെ ഡ്രോയിങ് ചെയ്ത് തുടങ്ങാം. നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാനായിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊരു സോൺ ആക്കി വരയ്ക്കാം. ഈ ബോഡിയും ഈ വിക്കും കൂട്ടി ഒരു സോൺ ആക്കി വരച്ചതാണ്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് പ്രീവിയസ് ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്ന കാരണമാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ വരച്ചത്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാം. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് വരച്ച ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ ക്യാൻഡിൽസ് ബ്രേക്ക് ചെയ്തു. അതിനർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവല് ഫ്യൂച്ചറിലേക്ക് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്റ്റിൽ നടന്ന എന്താണ് അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഫ്യൂച്ചറിൽ മാർക്കറ്റ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമുക്ക് ഇനി പാസ്റ്റിലേക്ക് പോവാം. അപ്പൊ മെല്ലെ ചാർട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാം. ചാർട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. നോക്കി, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആ സെയിം റെസിസ്റ്റൻസ് ലെവല് പാസ്റ്റില് വളരെ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് മുന്നോട്ട് നീക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഡ്രോ ചെയ്ത സെയിം റെസിസ്റ്റൻസ് ലെവല് പാസ്റ്റില് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മുന്നേ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കാൻഡിൽ പോലും, ഒരു കാൻഡിലിന്റെ ബോഡി പോലും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഒരേ വീക്കായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും മാർക്കറ്റിന്റെ ഒരു ബോഡി പോലും, ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിന്റെ ഒരു ബോഡി പോലും പുറത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും മാർക്കറ്റ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ വീണ്ടും മാർക്കറ്റ് ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും മാർക്കറ്റ് ഈ സെയിം റെസിസ്റ്റൻസ് ലെവലിനെ, ഈ സെയിം റെസിസ്റ്റൻസ് കൊണ്ട് മാർക്കറ്റ് വലിയൊരു ഇമോഷണൽ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടന്നപ്പോൾ വീണ്ടും വന്നപ്പോൾ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ഫ്ലോ, നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ നടന്ന സംഭവങ്ങൾ, മാർക്കറ്റിന്റെ ഫ്ലോ, അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സാധാ ഒരു ട്രേഡറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? ഇതാ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണ്. മാർക്കറ്റ് കണ്ടിന്യൂസ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവാണ്. അപ്പോ ഒരു സാധാ ഒരു ട്രേഡർ ഇവിടുന്ന് ഒരു ലൈൻ വരച്ച് ഒരു റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കും. റെസിസ്റ്റൻസ് ലെവൽ വരച്ചു, റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയി, വീണ്ടും ബൈ ചെയ്യുന്നു,
വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നു, വീണ്ടും ബൈ ചെയ്യുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ബൈ ചെയ്യുന്നു, അവസാനം മാർക്കറ്റ് ക്രാഷ് ആവും. ഇതിന്റെ ഫ്ലോ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എങ്ങനെ മാർക്കറ്റിന്റെ ഫ്ലോ കണ്ടുപിടിക്കും? മാർക്കറ്റിനെ നമ്മൾ ഒരു സീക്വൻസ് വൈസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കും. ഇപ്പൊ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഹൈ, ഈ ഒരു ഹൈ, ഈ ഒരു ഹൈ, ഇവയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കും. ശരിക്കും ഒരു കാരണവശാലും ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്റെ ഒപ്പീനിയൻ ആണ്, ഒരു കാരണവശാലും ട്രെൻഡ് ലൈൻ നമ്മൾ ഉപയോഗിക്കരുത്. അത് നമുക്കൊരു വിഷ്വൽ റെപ്രസെന്റേഷൻ, അതിലുപരി ഒരു അഡ്വാൻറ്റേജും നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതുകൊണ്ട് കിട്ടില്ല. ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ, ആ ഒരു ലോജിക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളും ട്രെൻഡ് ലൈൻ വരയ്ക്കരുത്. ട്രെൻഡ് ലൈനെ കുറിച്ചിട്ട് നമുക്ക് ഒരു വിഷ്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ അത്ര മാത്രമേ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ബൈ ചെയ്ത ഒരു അവസ്ഥ എന്തായി? ഡെഡ്. അപ്പൊ ഒരു കാരണവശാലും നമ്മള് അധികമായിട്ട് ഇതേപോലത്തെ ഓരോ സ്റ്റഫുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ബേസിക്കലി സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള വിഷ്വൽ റെപ്രസെന്റേഷനെ വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അതിലുപരി ഒരു യൂസും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റും? മാർക്കറ്റ് ഈ ഒരു ഹൈ ലെവലിൽ നിന്ന് മാർക്കറ്റ് വലിയൊരു ക്യാൻഡിലായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും പുൾ ബാക്ക് എടുത്തു, പുതിയൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തു, പുതിയൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് സോണിനെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു, വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് അടിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് കണ്ടിന്യൂസ് ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോവാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൺഫേം ചെയ്യേണ്ട കാര്യം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മെമ്മറിക്ക് വരിക. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്, ഒരു കാരണവശാലും മാർക്കറ്റിൽ ഞാൻ ബൈ ചെയ്യില്ല. ഡിസ്കൗണ്ടഡ് പ്രൈസ്, അതും ഒരു ഗുഡ് പ്രൈസ് ലെവൽ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. ഫസ്റ്റ് കാര്യം, ആ ഒരു ഒന്നാമത്തെ കാര്യം ചെക്ക്, ഡൗൺ ട്രെൻഡ് ആണ്. മാർക്കറ്റിന്റെ ഓവറോൾ ഡയറക്ഷൻ ഡൗൺ ട്രെൻഡ് ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? മാർക്കറ്റ് റീട്രേസ് ചെയ്തു, മാർക്കറ്റ് പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ല. മാർക്കറ്റിന്റെ ഒരു ലോവർ ലോ ഇവിടെയാണ്, അതേ സെയിം ഏരിയയിലാണ് അടുത്ത ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം ഇപ്പോ തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ് നിങ്ങളോട് പറയുന്നത്? അല്ല, വെയിറ്റ്. മാർക്കറ്റ് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റ് സാധിച്ചില്ല. അതിനർത്ഥം മാർക്കറ്റിന്റെ ഒരു റിവേഴ്സലായിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ നമുക്ക് മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടില്ല. നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യുന്നത് 4 hour ടൈം ഫ്രെയിമിലാണ്, വലിയൊരു ടൈം ഫ്രെയിമാണ്. നിങ്ങൾക്ക് ഇത് ഈവൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരെ ഈ ഒരു സെയിം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഞാൻ സെൽ മാത്രമേ ചെയ്യണുള്ളൂ. മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു ചെറിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. സെയിം റെസിസ്റ്റൻസ് കൊണ്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചില്ല. ഏറെക്കുറെ സെയിം ആയിട്ടുള്ള ഒരു സെയിം ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ട മാർക്കറ്റിൽ അതിശക്തമായ സെല്ലേഴ്സ് മൂവ്മെന്റ് ഉണ്ടെന്ന്? ഇല്ല, മാർക്കറ്റിൽ സെല്ലേഴ്സിന്റെ മൊമെന്റം ഇപ്പോഴും വന്നിട്ടില്ല. നമുക്ക് എൻട്രി എടുക്കാനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും മാർക്കറ്റ് വന്നപ്പോൾ ഒരു ടിൽറ്റ് ആയിട്ടുള്ള ഒരു ലോവർ ലോയാണ്. നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോവർ ലോനായിട്ടും മുകളിലാണ് പുതിയൊരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. അതിനർത്ഥം താൽക്കാലികമായിട്ടെങ്കിലും ബയേഴ്സിന്റെ പ്രസൻസ് മാർക്കറ്റിലുണ്ട്. നമുക്ക് സെല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതുവരെ ആയിട്ടില്ല. നമുക്കത് മാർക്കറ്റിന്റെ ഫ്ലോ റീഡ് ചെയ്യാൻ പറ്റില്ലേ. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു ടിൽറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നടന്നു, മാർക്കറ്റിൽ ഇപ്പോഴും മാർക്കറ്റിൽ ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും ഈ സെയിം ടിൽറ്റ് ആയിട്ടുള്ള ആ സെയിം ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനായിട്ടും കുറച്ചുകൂടി മുകളിൽ ഈവൻ ഹയർ ആയിട്ടുള്ള ഒരു ലോവർ ലോയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴും നമുക്ക് എൻട്രി എടുക്കാൻ നമ്മുടെ സമയമായിട്ടില്ല. വീണ്ടും ബയേഴ്സ് അതിശക്തമായിട്ട് ബയേഴ്സ് വരണം. ഓൾറെഡി സെല്ലേഴ്സ് മാർക്കറ്റ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് എൻട്രിക്കുള്ള ഒരു സമയം ഇപ്പോഴും ആയിട്ടില്ല. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അതിശക്തമായ താഴോട്ട് വന്നു. ഇപ്പോഴാണ് നമുക്കൊരു ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ കിട്ടുന്നത്. മാർക്കറ്റ് ഇത്ര നേരം ക്രിയേറ്റ് ചെയ്തിരുന്ന ലോവർ ലോനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തേക്കും.
ഇതിനർത്ഥം മാർക്കറ്റിലേക്ക് സെല്ലേഴ്സിന്റെ എൻട്രി വന്നു തുടങ്ങിയിട്ടുണ്ട്. കൺഫർമേഷൻ ആയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാം. സെല് ചെയ്യാൻ പറ്റും? ഇല്ല, മാർക്കറ്റിന്റെ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വരണം. മാർക്കറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഗുഡ് പ്രൈസ് ലെവലിലേക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വരണം. ചെറിയ ലോവർ ഹൈ ഈ ഒരു സീക്വൻസിനെ മാർക്കറ്റ് അതിശക്തമായ ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് കൊണ്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് അതിനർത്ഥം മാർക്കറ്റ് ഇപ്പോഴും താഴോട്ട് പോകുന്നല്ല, വെയിറ്റ് ചെയ്യുക. നമ്മൾ മാർക്കറ്റിന്റെ ഡൈനാമിക്സ് ആണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം മാർക്കറ്റിന്റെ ഡയറക്ഷൻ. അത് നമ്മൾ ചെക്ക് ചെയ്തു, മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഡൗൺ സൈഡ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താ, വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വന്നു. മാർക്കറ്റ് ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ പോയിന്റിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു റിവേഴ്സൽ പോയിന്റിലായിരുന്നു. മാർക്കറ്റ് മെല്ലെ പോയി, മാർക്കറ്റ് വീണ്ടും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മാർക്കറ്റിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് ഒരു കാറ്റർപില്ലർ മോഡായിട്ട് മാർക്കറ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഏരിയയിൽ ചെറിയ ക്യാൻഡിൽസ് ആണ്. ഇതേപോലെ വലിയ ക്യാൻഡിൽസോ വലിയ ഇമോഷണൽ ക്യാൻഡിൽസോ ഇവിടെ പ്രിന്റ് ചെയ്യില്ല. അതിനർത്ഥം ഈ ഒരു പുൾ ബാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബിഗ് പ്ലേയേഴ്സ് അല്ല. മാർക്കറ്റിന്റെ ലോവർ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഈ ഒരു ചെറിയ ഇമോഷണൽ ക്യാൻഡിൽസിന്റെ ഒരു കാറ്റർപില്ലർ മോഡലിന്റെ പുൾ ബാക്കിലേക്ക് നിൽക്കുന്നത്. ഈ ഒരു പുൾ ബാക്ക് ആണ് തിരിച്ചറിഞ്ഞുകൊണ്ട് മാർക്കറ്റിനെ ഈ ഒരു പ്രൈസ് ലെവലിനെ മാർക്കറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഈ ഒരു പുൾ ബാക്കിൽ ഒരു ബിഗ് പ്ലെയറും ഓപ്പറേറ്റ് ചെയ്യണില്ല. മാർക്കറ്റിൽ ഒരു സെല്ലേഴ്സിന്റെ എൻട്രി വന്നു, മാർക്കറ്റിൽ നമുക്ക് ഒരു കൺഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടി, പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനർത്ഥം മാർക്കറ്റിൽ ഉടനടി താഴോട്ട് പോകുന്നല്ല. മാർക്കറ്റിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞു, മാർക്കറ്റിലെ സെല്ലേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. മാർക്കറ്റിൽ ഒരു നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വരുമ്പോൾ വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ടൈമിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എവിടെ വെയിറ്റ് ചെയ്യണം? സ്മാർട്ട് മണി ഇവിടെ ഫയൽ ചെയ്തു, വീണ്ടും മാർക്കറ്റ് വീക്ക് ബജറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇതിന് നമുക്കൊരു പെർഫെക്റ്റ് ട്രേഡ് എന്ന് വിളിക്കാം. കാരണം നമ്മൾ ഓൾറെഡി മാർക്കറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്യണം. മാർക്കറ്റിലെ ഒരു പുതിയൊരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്തു. മാർക്കറ്റിന്റെ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഫ്ലോ മനസ്സിലായില്ലേ? മാർക്കറ്റിന്റെ ഒരു ബേസിക് ഡൈനാമിക്സ് എങ്ങനെ വർക്ക് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്താലും നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ക്യാൻഡിൽസിനെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ ചെറിയ ക്യാൻഡിൽസിന്റെ പിന്നിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. ഈ ചെറിയ ക്യാൻഡിൽസ് പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഇമോഷൻസ് എന്തായിരിക്കും? മാർക്കറ്റ് ഇപ്പൊ താഴോട്ട് പോകും, മാർക്കറ്റ് ഇപ്പൊ താഴോട്ട് പോകും. പക്ഷെ ഈ ഒരു ഏരിയയിൽ കയറിയിട്ടുള്ള ഈ കാറ്റർപില്ലർ മോഡലിൽ കയറിയിട്ടുള്ള എല്ലാവരെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിലേക്ക് സ്മാർട്ട് മണി വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് അതിശക്തമായി മാർക്കറ്റിന്റെ വീക്കർ ആയിട്ടുള്ള ട്രജക്ടറിയിലേക്ക് മാർക്കറ്റ് വീഴും. അപ്പൊ നിങ്ങൾ എല്ലാവരും പല ടൂൾസ് ഉപയോഗിക്കുന്ന വ്യക്തികളാവും. ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നവരാവും, പിവറ്റ് പോയിന്റ് യൂസ് ചെയ്യുന്നവരാവും, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്ന നിങ്ങൾ ഈ ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഫിബൊനാച്ചി എന്താണ് നിങ്ങളോട് പറയുന്നത്, പിവറ്റ് പോയിന്റ് എന്താണ് നിങ്ങളോട് പറയുന്നത്, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നവരെ ട്രെൻഡ് ലൈൻ എന്താണ് പറയുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഓൺലി ബേസിക് കൺസെപ്റ്റ്, വിഷ്വൽ റെപ്രസെന്റേഷന് മാത്രം ഇങ്ങനത്തെ ടൂൾസ് ഉപയോഗിക്കാം. നമ്മുടെ ബേസിക് കൺസെപ്റ്റും നമ്മുടെ ബേസിക് നോളജും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊണ്ടുവച്ചെങ്കിൽ നല്ല ട്രേഡ് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ യൂറോ USD കണ്ടു, നല്ലൊരു ലൈൻ വരച്ചു, അത് നമ്മൾ പാസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഫ്യൂച്ചറിൽ നമ്മൾ ചെക്ക് ചെയ്തു, പാസ്റ്റിലേക്ക് കൊണ്ടുവന്നു. പാസ്റ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിലെ മണി ഫ്ലോ ചെയ്തത് അതിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകളാണ്, പക്ഷെ റിയൽ മണി വളരെ ബോറിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യണം. അപ്പൊ മാർക്കറ്റിൽ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. മാർക്കറ്റിൽ ഗുഡ് പ്രൈസ് സോൺസ് വരയ്ക്കാനും അതുപോലെ തന്നെ മാർക്കറ്റ് ഫ്ലോ കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.